എക്സസൈസ് 13.1-ൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഷോസ് ദ ഡെയിലി പോക്കറ്റ് അലവൻസ് ഓഫ് ചിൽഡ്രൻ ഓഫ് എ ലൊക്കാലിറ്റി. ഒരു ലൊക്കാലിറ്റിയിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പോക്കറ്റ് അലവൻസ് ആണ്, ഡെയിലി കിട്ടുന്ന പോക്കറ്റ് അലവൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദ മീൻ പോക്കറ്റ് അലവൻസ് ഈസ് 18 rupees. ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി. നമുക്ക് തന്നിട്ട് ഉണ്ട് മീൻ അലവൻസ് എന്ന് പറയുന്നത് 18 ആണ്. നമുക്കിവിടെ ഈ ടേബിളിനകത്തൊരു മിസ്സിംഗ് ഫ്രീക്വൻസി ഉണ്ട്, എഫ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം നോക്കിക്കേ, നമ്മൾ DI, അതായത് ഡീവിയേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താം. സിഗ്മ XI/FI അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി വലിയ വാല്യൂ ആയിരിക്കും. ഇതാകുമ്പോൾ പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡീവിയേഷൻ മെത്തേഡായിരിക്കും. ആദ്യം നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിരിക്കുന്ന അതിൻ്റെ ക്ലാസ് മാർക്ക് എടുക്കാം. ക്ലാസ് മാർക്ക് എടുക്കാൻ വേണ്ടി അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2, 13 + 11 24 കിട്ടും. 24/2 12 കിട്ടും. അത് കണക്ക് ഇവിടെ 12, ഇത് 13 ആണെങ്കിൽ ഇവിടെ 14 കിട്ടും. 16, 18, 20, 22, 24. ഇനി ഇതാണ് നമ്മളുടെ ഫ്രീക്വൻസി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിഗ്മ FI ആണിത്, ഇതാണ് FI. ഓക്കെ, അന്നേരം ഇതൊന്ന് കൂട്ടി നോക്കിക്കേ. 7 + 6 13, 13 + 13 6 26, 26 + 9 35, 35 + 5 40, 40 + 4 44. അതായത് 44 പിന്നെ ഇവിടെ ഒരു എഫ് ഉണ്ട്, ആ എഫ് കൂടെ കൂട്ടുക. പിന്നെ അടുത്ത നമ്മൾ കാണുന്നത് DI ആണ്. DI കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം. നമ്മളൊരു മീൻ വാല്യൂ എടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ വാല്യൂ A = നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇവിടെ നമുക്ക് മിഡ് പോയിൻ്റ്, അതായത് 18 എടുക്കാം. A എന്ന് പറയുന്നത് നമുക്ക് 18 എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ DI എന്ന് പറയുന്നത് XI - A ആണേ. അന്നേരം XI എന്ന് പറയുന്നത് ഇവിടെ 12 ആണ്, -A എന്ന് പറയുമ്പോൾ 18. 18 - 12 എന്ന് പറയുമ്പോൾ -6 കിട്ടും. 14 - 18 എന്ന് പറയുമ്പം -4 കിട്ടും. 16 - 18 എന്ന് പറയുമ്പം -2 കിട്ടും. 18 - 18 0 കിട്ടും. അതേ കണക്ക് ഇവിടെയും 20 - 18 2 കിട്ടും. 22 - 18 4 കിട്ടും. 24 - 18 6 കിട്ടും. ഓക്കെ, അന്നേരം പിന്നെ അടുത്ത നമ്മൾ കാണേണ്ടത് FI DI കാണണം ഇനി. ഓക്കെ, FI 7 ആണ്, DI -6, -42 കിട്ടും. 6 × 4 -24 കിട്ടും. 9 × -18 കിട്ടും. 13 × 0 0 കിട്ടും. ഇവിടെ F ആണെന്നില്ല, നമുക്ക് 2F കിട്ടും. 5 × 4 20 കിട്ടും. 6 4s 24 കിട്ടും. ഓക്കെ, അടുത്ത സിഗ്മ FI DI ആണ് അടുത്തത് കാണേണ്ടത്. നോക്കിക്കേ, -42 -24 ഇതെല്ലാം കൂടെ കൂട്ടുക. 2F ഓൾറെഡി ഉണ്ട്, അത് നമുക്ക് കൂട്ടാൻ ഒക്കത്തില്ല. പിന്നെന്തോ ഉള്ളത്, 20 + 24 44 കിട്ടി. ഇത് രണ്ടും കൂട്ടി ഇതെഴുതി. ഇനി -18 -24 -42, -18 24 42 14 1 2 3 4 84. അതായത് -84 + 44 എന്നാണ്. അതായത് വലുതിനും ചെറുത് വെച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അതായത് 84 - 44 ചെയ്യുമ്പം 0 4, അതായത് -40 ആണുള്ളത്, -40. ഓക്കെ, നമുക്ക് മീൻ തന്നിട്ടുണ്ട്. X ബാർ എന്ന് പറയുന്നത് എത്ര എന്ന് തന്നിട്ടുള്ളത് 18 ആണ്. X ബാറിൻ്റെ ഇക്വേഷൻ എന്താണ്? A + സിഗ്മ FI DI / സിഗ്മ FI. A എന്ന് പറയുന്നത് 18 + സിഗ്മ FI DI എന്താണ്? 2F - 40 / സിഗ്മ FI എന്ന് പറയുമ്പോൾ 44 + F ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമുക്കറിയാം X ബാറിൻ്റെ വാല്യൂ എന്താണ്? 18 + 2F - 40 / 44 + F = 18 ആണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പം 2F - 40 / 44 + F എന്ന് പറയുമ്പോൾ 0 ആയിപ്പോവും.
ഇത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താകും 0.2f മൈനസ് 40 ഈക്വൽ ടു 0 കിട്ടും. 2f ഈക്വൽ ടു 40 കിട്ടും. എഫ് ഈക്വൽ ടു 40/2 ഈക്വൽ ടു 20 കിട്ടും. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഫ്രീക്വൻസി എന്താണ്? 20.